വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണ്. ഒന്നുമില്ല, ചെറുതായിട്ടൊരു ചിക്കൻ വാങ്ങിച്ചു വീട്ടിൽ. അപ്പം ഒന്ന് ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കുമ്പം നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആ റെസിപ്പി. അപ്പം വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് എണ്ണയൊന്നും വേണ്ട, ഇത്രയും മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കറിവേപ്പിലയിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. കറിവേപ്പില കൂടിയാലൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. ഒരു 4 സവോളയാണ് എടുത്തേക്കുന്നത്, പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 സവോള ചെറുതായിട്ട് നുറുക്കി അരിയണം. ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാണ് ടേസ്റ്റ് കൂടുതൽ. കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുക്കുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് വരുന്നത് നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്ത സവോളയുടെ ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. സവോള അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് അരച്ചത് എടുത്തത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഒരു വലിയ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണക്കം നന്നായിട്ട് മാറണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേ കണ്ടില്ലേ, ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുത്തനെയുള്ള 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. 1.5 ടീസ്പൂൺ. ഓക്കെ, അടുത്തത് നമുക്ക് ക്രഷ്ഡ് കുരുമുളക് പൊടി കൂടി വേണം. അതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഗരം മസാല 1 ടീസ്പൂൺ മുഴുവനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ചെടുത്തുകൊണ്ട് രണ്ടാമത് വീണ്ടും ആഡ് ചെയ്തേ ഉള്ളൂ. 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അറിയാലോ, പൊടികളാണ്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്മിലിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി, നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 hour ബിഫോർ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ആ ചിക്കനിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ആ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു എണ്ണയിൽ ആ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് അടച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ അടച്ച് വേവിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദേ നോക്കിക്കോളൂ, ഇതിലേക്ക് വെള്ളം ഇങ്ങനെ വന്നത് കണ്ടോ. ചിക്കനിലുള്ള നെയ്യാണ് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ പൊങ്ങി വന്നേക്കുന്നത്. അതെല്ലാവർക്കും അറിയാം, പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇനി ഇത് നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഓക്കെ, ഞാനിവിടെ 1.5 ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കണ്ടില്ലേ. ഇത്രയും ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ചെറുതായിട്ടൊന്ന് പൊടിക്കൊരു മസാലയുടെ സ്മെല്ല് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്.
അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവണം, എന്നാലേ നമ്മുടെ ഡ്രൈ റോസ്റ്റ് റെഡി ആവുകയുള്ളൂ. അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലും ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല കളറൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസ്, കെച്ചപ്പ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, ഞാനിവിടെ സോസാണ് എടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള കറിവേപ്പില സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തൂവി കൊടുക്കാം. ഞാൻ മല്ലിയില ഇടുന്നില്ല, കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അതും കൂടി തൂവി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതാണ് ഒച്ച ഇങ്ങനെ കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഞാനിതിനെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇനി വേറെ നല്ല രീതിയിലുള്ള ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്